നാളെ രാവിലത്തേനുള്ള മാവാണ് അരച്ച് വെക്കുന്നത്. അരി ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതൊന്നും അരച്ച് വെക്കുകയാണ്. അപ്പം നാളെ ഇഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കണം, അതുദ്ദേശിച്ചാണ് മാവ് അരച്ച് വെക്കുന്നത്. പിന്നെ നമ്മൾ സാമ്പാർ വൈകുന്നേരം തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. സാമ്പാർ ഉണ്ടാക്കി വെക്കുന്നത് വൈകിട്ട് ചോറിനും എടുക്കാം, പിറ്റേ ദിവസം ഇഡലിക്കും ഉച്ചയ്ക്ക് ചോറിനും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ സാമ്പാർ തേണ്ട ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ചീനിച്ചട്ടി വെച്ച് തേണ്ട കടുക് വറുത്തതിന് ശേഷം നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ആവി കയറ്റി എടുത്താൽ നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയാവും. ഓൾറെഡി സാമ്പാറുള്ളതുകൊണ്ട് വേറെ ചാറുകറി ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ നമ്മുടെ ഇഡലിത്തട്ടൊക്കെ എടുത്ത് എണ്ണയൊക്കെ തൂത്തുകൊണ്ട് നിൽക്കുവാണ്. എണ്ണ തൂത്തിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാവ് കോരി ഒഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഇളകി പോരുമോ എന്നൊക്കെ പറയുന്നു. അതുപോലെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്, പെട്ടെന്ന് ഇളകി പോരുമോ ഇല്ലയോ എന്നൊന്നും അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഈ സമയത്ത് ഇടയ്ക്ക് ഞാൻ നമ്മുടെ ക്യാബേജ് തോരൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അടുപ്പൊന്ന് മാറ്റി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഡലി ഒന്ന് ഉണ്ടാക്കിയെടുക്കണേ. ഞാൻ പിന്നെ കട്ടൻ എടുത്ത് വെച്ചിട്ട് ചേട്ടനെ വിളിക്കാനായിട്ട് പോവുകയാണ്. ചേട്ടൻ എഴുന്നേറ്റ് വന്ന് കുറച്ച് നേരം ഇരുന്ന് കട്ടനൊക്കെ കുടിച്ചിട്ട് വേണം റെഡി ആവാനായിട്ട്. അപ്പം ചേട്ടനെ ഒന്ന് വിളിച്ചിട്ട് വന്നിട്ട് വേണം അപ്പുക്കുട്ടനെ വിളിക്കണം. ഓരോരുത്തരെ വിളിച്ചെഴുന്നേപ്പിച്ച് ബാത്റൂമിൽ പോയാൽ അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് വേണമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. 6:30 ആകുമ്പോൾ എല്ലാവർക്കും പോവുകയും ചെയ്യണം. അപ്പോൾ പോയിട്ട് വന്നിട്ട് ഞാൻ മാവ് കോരി ഒഴിക്കുവാണ്. ഈ ഒരു ഒറ്റ ട്രിപ്പ് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും രാഹുലിനും 2 ഇഡലി വീതം മതി. അപ്പുക്കുട്ടന് മാത്രം ഒരു 3 ഇഡലി അത്രയും കണക്കിന് ഉണ്ടാക്കിയാൽ മതി. കാരണം ഇഡലി ദോശയും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഞാനും രാഹുലും. അതുകൊണ്ട് പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇടിയപ്പമൊക്കെ ആണെങ്കിൽ പിന്നെയും കഴിക്കും. ഇഡലിയും ദോശയും പുളിയുള്ള ആഹാരത്തിനോട് പൊതുവേ കൂടുതലും മടുപ്പാണ്. ഞാൻ പല വീഡിയോകളിലും അത് പറഞ്ഞിട്ടുള്ളതാണേ. അപ്പോൾ ഇഡലിക്ക് കോരി ഒഴിച്ച് വെച്ചതിന് ശേഷം ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചോറും പൊതി എടുക്കുന്നതാണ് വലിയ ടാസ്ക്. എല്ലാത്തിലും 3 കറിപ്പാത്രത്തിലും 3 ചോറും പാത്രത്തിലും എല്ലാം എടുക്കണ്ടേ. അപ്പം ഞാൻ ചെമ്മീൻ അച്ചാർ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള അച്ചാറായിരുന്നു കേട്ടോ. അതെല്ലാവർക്കും ചോറും പൊതിയുടെ കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ട്. സാമ്പാറും എടുത്ത് വെച്ചിട്ടുണ്ട്, തോരനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചോറൊന്ന് സെറ്റ് ചെയ്ത് അതിനകത്തോട്ട് പാത്രങ്ങളും എല്ലാം വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ലഞ്ച് ബാഗിലില്ലേ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി 3 പേരുടെ എടുത്ത് വെക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ട് വെളുപ്പിനെയുള്ള പരിപാടികൾ. എല്ലാം ഈ 2 കൈ കൊണ്ട് ഓടി നടന്ന് വേണം ചെയ്യാനായിട്ട്. അതിനിടയ്ക്ക് എല്ലാവരെയും വിളിക്കണം, ഫുഡ് കൊടുക്കണം, കഴിക്കാൻ എടുത്ത് വെക്കണം. ഇതൊക്കെ എല്ലാം ഒറ്റ ട്രിപ്പിൽ ഒരു 2 മണിക്കൂറെന്ന് പറയുന്നത് നിലത്ത് നിൽക്കാൻ പറ്റാത്ത ടൈമില്ലാത്ത പരിപാടികളാണ് എല്ലാം കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തെ എല്ലാ വീടുകളിലെയും ഉള്ള കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീട്ടിലെ കാര്യം മാത്രമല്ല, എല്ലാ വീടുകളിലും കുട്ടികൾ സ്കൂളിൽ പോകുന്ന വീട്ടിലും ജോലിക്കൊക്കെ പോകുന്ന വീട്ടുകളിലെല്ലാം. പിന്നെ നമ്മൾ വീട്ടമ്മമാരായതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്നതായതുകൊണ്ട് രാവിലത്തെ ഈ ഓട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ, അങ്ങനെ ഒരു സമാധാനമുണ്ട്. പിന്നെ ചായ കൊടുത്തില്ലായിരുന്നു, അപ്പോഴാണ് ഞാൻ ചായയുടെ കാര്യം ഓർത്തത്. പിന്നെ ചായക്കകത്തോട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ച് ചായ കുടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ. അടിച്ചെടുക്കുന്ന ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ 2 കപ്പിലൊഴിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ താഴെപ്പോകാറുണ്ട്, ചില ദിവസങ്ങളിലൊക്കെ തിളച്ച് അടിപ്പോകാറുണ്ട്. അതൊക്കെ എല്ലാ വീടുകളിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ അതൊക്കെ തന്നെയാണ് പതിവായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നും രാവിലെ എഴുന്നേറ്റ് വല്ലതും ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇതൊക്കെ തന്നെയാണ് ഡെയിലിയുള്ള നമ്മളുടെ കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ചായിട്ട് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ വണ്ടി കുറച്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയി ഒന്ന് റിലാക്സൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കും. പിന്നെ ഇവിടെ നോയമ്പായതുകൊണ്ട് ഇപ്പം നേരത്തെ അവർ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. വലിയ കാര്യമായിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളും ഒന്നും അല്ല. നമ്മുടെ വീട്ടിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നത്. ഇനി 2 എണ്ണത്തിനും ചായ കൊണ്ടുപോയി കൊടുക്കണം. ചായ മസ്റ്റാണ് അപ്പൂനും എനിക്കും രാഹുലിനും. അപ്പോൾ അവർക്ക് 2 പേർക്കുള്ള ചായയും കൊണ്ട് ഞാൻ പോയതാണ്. ഇനി ലഞ്ച് ബോക്സും കൂടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.